ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കൊലപാതകം. ചെട്ടിപ്പീടിക നമ്പ്യാർമൊട്ട സ്വദേശി അജയ് കുമാറാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ പ്രതിയെ പിടികൂടാനായിട്ടുണ്ടോ? പിന്നിലെ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഈ കൊലപാതകത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് ചെട്ടിപ്പീടികയിലെ നമ്പ്യാർമൊട്ടയിൽ ഒരു മലിനജലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയൽവാസികൾ തമ്മിൽ ഒരു തർക്കമുണ്ടാവുന്നു. അതിന് പിന്നാലെ തന്നെ ഇവർ തമ്മിൽ ചെറിയ വാക്കേറ്റവും തർക്കവും ആദ്യം ഒരു ചെറിയ തോതിൽ കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ട് ഇവർ രണ്ടുപേരെയും 2 വഴിയിലേക്ക് മാറ്റുകയും ചെയ്തതാണ്. പിന്നീട് ഈ അയൽവാസിയായിട്ടുള്ള ദേവദാസും അവരുടെ 2 മക്കളും ഈ അജയ് കുമാറിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും അങ്ങനെ അജയ് കുമാറിനെ കല്ലും വടികളും ഹെൽമെറ്റ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും അങ്ങനെ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഭവം ദാരുണമായ സംഭവമാണ്. 63 വയസ്സ് പ്രായമുള്ള അജയ് കുമാർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇന്നലെ തന്നെ വലിയ തോതിൽ ആ മേഖലയെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ 3 പേരെ, അതായത് ഈ അയൽവാസി അജയ് കുമാറിന്റെ അയൽവാസിയായിട്ടുള്ള ദേവദാസും അവരുടെ 2 മക്കളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്നലെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. മലിനജലം, അതായത് വീടിന് മുന്നിൽ കാറ് കഴുകുകയായിരുന്നു ഈ അജയ് കുമാർ. കാർ കഴുകുന്നതിന്റെ ഭാഗമായി അതിന്റെ മലിനജലം റോഡിലേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡിലേക്ക് മലിനജലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു തർക്കം ഉണ്ടാവുന്നു. ഈ അയൽവാസിയായിട്ടുള്ള ദേവദാസ് അത് ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ അർജുൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതായത് കാർ കഴുകുന്നതിനിടെ അതിന്റെ വെള്ളം, അതായത് ആ കാർ കഴുകിയ ശേഷമുള്ള വെള്ളം ഒഴുകി വരുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണോ? അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു സംഭവം തന്നെയായി പറയേണ്ടി വരും. കാരണം അത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണോ ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. 2, ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ടോ? പോലീസിൽ നിന്ന് അത്തരത്തിലുള്ള യാതൊരുവിധ വിവരങ്ങളും ലഭ്യമല്ല. എന്നാൽ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം അയൽവാസികളാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. ഇതാണ് ഈ തർക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അയൽ തർക്കമോ അല്ലെ അതിർത്തി തർക്കമോ അയൽവാസികൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളതായോ നാട്ടുകാരും തന്നെ പറയുന്നില്ല. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു തർക്കമായിട്ടുണ്ടായത്. ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ദേവദാസ് ഉൾപ്പെടെയുള്ള ഇവരുടെ 2 മക്കളും എന്തെങ്കിലും മദ്യപാനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ ദേവദാസും ഈ പറയുന്ന ദേവദാസിന്റെ 2 മക്കളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഈ മലിനജലം റോഡിലേക്ക് ഒഴുകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത്. പോലീസ് അതിനകത്ത് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. എങ്കിൽ കൂടി പ്രധാനമായി ഇക്കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കൊലപാതകം ഉണ്ടായിരിക്കുന്നു. ചെട്ടിപ്പീടിക നമ്പ്യാർമൊട്ട സ്വദേശി അജയ് കുമാറാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്.